ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അവിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും എല്ലാ സമയത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അവിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ അവിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഈ റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തു വെച്ചിട്ടുണ്ട്. ആ കടായിലോട്ടേക്ക് 2 കപ്പ് വെളുത്ത അവിലുണ്ടല്ലോ, അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മുടെ നോർമൽ അവിലുണ്ടല്ലോ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ എല്ലാവർക്കും മെഷീൻ അവിലാണ് കുറച്ചുകൂടി ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിവിടെ മെഷീൻ അവിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 2 കപ്പിൽ മെഷീൻ അവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ടേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്യാസിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അടുപ്പ് കത്തിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറിയ തീയിൽ കേട്ടോ, വളരെ ചെറിയ തീയിൽ ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അവിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൽ ചൂട് കയറും, അതുകൊണ്ട് തന്നെ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചൂടാക്കി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അവിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നല്ലപോലെ വറുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് തിരുമ്പുന്ന സമയത്ത് തന്നെ പൊടിഞ്ഞു പോകണം. ആ രീതിയിൽ നമ്മൾ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പം നല്ല പോലെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവിൽ നമുക്ക് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഈ കടായിൻ്റെ ചൂടിലിരുന്നിട്ട് ഈ അവിൽ കരിഞ്ഞു പോവും. പിന്നെ ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ശർക്കര പാനി തയ്യാറാക്കാം. അതിനു വേണ്ടി ഇവിടെ ഞാൻ 1/4 കപ്പ് വെല്ലവും അതുപോലെ തന്നെ 1/4 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. അതൊന്ന് പാനിയാക്കാൻ വേണ്ടി അടുപ്പിലോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇതവിടെ കിടന്ന് ഒന്ന് ഉരുകി റെഡിയായി വരട്ടെ. ഞാനിവിടെ വളരെ കുറച്ച് അളവിൽ മാത്രമാണ് ശർക്കര പാനി റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾ നല്ല പോലെ മധുരത്തിലാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ കുറച്ചധികം തന്നെ ശർക്കര പാനി റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ 1/4 കപ്പിന് പകരം 1/2 കപ്പോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ വെല്ലവും അതുപോലെ കുറച്ച് ഷുഗറും കൂടി ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്ര കുറച്ച് വെള്ളം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച അവിൽ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇത് നല്ലപോലെ വറുത്തെടുത്ത അവിലാണല്ലോ, അതും മെഷീൻ അവിലായതുകൊണ്ട് തന്നെ കൈകോട് ഒന്ന് പൊടിച്ചാൽ തന്നെ പൊടിഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടേക്ക് തന്നെ ഇട്ട് പൊടിച്ചെടുക്കാം. പിന്നെ അത് മാത്രമല്ല, മിക്സിയുടെ ജാറിലോട്ടേക്ക് ഞാൻ 2 ഏലക്കായും അതുപോലെ 2 ടേബിൾ സ്പൂണ് ഷുഗറും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഏലക്കായ ഇവിടെ ഫ്രഷ് ആയിട്ടാണ് ചേർക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഏലക്കായ ചേർക്കുമ്പോൾ ഇത് തയ്യാറാക്കിയാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ഫ്രഷ് ഏലക്കായാണ് ഈ അവിൽ പൊടിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ചേർത്തിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ അവിൽ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മുടെ ശർക്കര പാനിയും റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ തീ നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഈ പൊടിച്ചെടുത്ത് വന്നിട്ടുള്ള അവിലുണ്ടല്ലോ അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം നല്ലപോലെ തീ കുറച്ച് വെച്ചിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് അടുക്കി പിടിച്ച് പോവും. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ശർക്കരപ്പാനി അവിലിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂണോ 1/2 ടേബിൾ സ്പൂണോ നിങ്ങളുടെ ഇഷ്ടാനുസരണം പശു നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പശു നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കണം, എന്നാലാണ് ഇതിനൊരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് പശു നെയ്യൊക്കെ ചേർക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. എന്നു വെച്ചാൽ ഒരുപാട് കഴിക്കരുത്, ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്.
അപ്പോൾ ഇതുപോലെ കുറച്ച് പശു നെയ്യൊക്കെ ചേർത്തിട്ട് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി എടുത്ത് കഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ഈ ഒരു അളവിന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ, ഈ ഏലക്കായൻ്റെതും അതുപോലെ പശു നെയ്യിൻ്റെതും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല പെർഫെക്റ്റ്. അതുപോലെ ഇതിൽ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒക്കെ സ്മെല്ല് നല്ലപോലെ കിട്ടുന്നുണ്ട്. ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള അവിലും കൂടിയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെതും കൂടിയിട്ടുള്ള നല്ലൊരു മണം വീട് മൊത്തത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് പാത്രത്തിലോട്ടേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ഗീ പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഇത് ഓരോ ഉരുളകളാക്കി നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കരുത്. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഉരുളകളാക്കി എടുക്കാൻ പറ്റില്ല, പ്രയാസമാണ് എന്നല്ല, ഉരുളകളാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് ഒന്ന് പിടിക്കാൻ പാകത്തിന് ഒരു ഇത്തിരി തണുക്കുന്നത് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഒരു ചെറിയ ചൂടിൽ. അപ്പോൾ നല്ല ചൂടിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉരുട്ടിയെടുക്കുന്നത്. കയ്യിൽ ഗീ തടവിയതിന് ശേഷം നല്ലപോലെ ഇതുപോലെ ഉരുട്ടി എടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കറുത്ത മുന്തിരിയും കൂടി വെറുതെ ഒരു കാണാനൊരു ഭംഗിക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരളവിൽ ഇത്രയും അവൽ ലഡുവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. ഇപ്പം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വൈകുന്നേരം കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലഡുവാണിത്. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് ദിവസം വരെ യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കും കൂടിയാണിത്. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന മക്കൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി സ്നാക്കാണ്. അത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഹൈപ്പും കൂടി ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.